ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസ് പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്രിപ്പോസിഷനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ് ചെയ്ത സമയത്ത് തന്നെ പ്രിപ്പോസിഷൻ ഫ്രേസസ് ആയിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഫ്രേസ് പ്രിപ്പോസിഷനിലേക്ക് നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ ഫ്രേസ് പ്രിപ്പോസിഷൻ പഠിക്കേണ്ട അനിവാര്യമായ കാര്യം സ്പോട്ട് എററിലേക്ക് പലപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഈ ഫ്രേസ് പ്രിപ്പോസിഷൻ തെറ്റിച്ചു കൊടുക്കും, അതുമല്ലെങ്കിൽ ഫ്രേസ് പ്രിപ്പോസിഷൻ കൃത്യമായിട്ടും കൊടുക്കേണ്ട സാഹചര്യത്തിൽ അല്ലാതെ, സ്യൂട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ കൊടുത്തുകൊണ്ടും വരാറുണ്ട്. അപ്പോൾ എന്താണ് ഫ്രേസ് പ്രിപ്പോസിഷൻ എന്നും അതിൻ്റെ മീനിങ് എങ്ങനെ വരുന്നു എന്നും നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു നമുക്കറിയുന്നതാണ്, സംബന്ധിച്ച് അല്ലെ, അതനുസരിച്ചു എന്ന അർത്ഥത്തിനാണ് അക്കോർഡിംഗ് ടു വരുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ടേംസും കണ്ടീഷൻസിനും അനുസരിച്ച്. അപ്പോൾ അനുസരിച്ച് ഒരു കാര്യപ്രകാരം അല്ലെ, മേൽ പറഞ്ഞ പ്രകാരം ഒരു കാര്യം അനുസരിച്ച് അല്ലെ, ആസ് സ്റ്റേറ്റഡ് ബൈ എന്ന മീനിങ് ആണ് അക്കോർഡിംഗ് ടുവിനുള്ളത്. സോ അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് he will have to finish it in 2 days. ടേംസും കണ്ടീഷൻസും ഒക്കെ പ്രകാരം ഒരു 2 ദിവസത്തിനുള്ളിൽ ആൾക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ അക്കോർഡിംഗ് ടുവിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഇനി നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്ത ഒന്നാണ് ബൈ ഡിൻറ്റ് ഓഫ്. ബൈ ഡിൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ കാരണത്താൽ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ബൈ ഫോഴ്സ് ഓഫ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് എന്ന അർത്ഥത്തിനാണ്. ഐ പാസ്ഡ് ദ എക്സാം ബൈ ഡിൻറ്റ് ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ ബൈ ഡിൻറ്റ് ഓഫിന് 2 മീനിങ് ഉണ്ട്. ബൈ ഫോഴ്സ് ഓഫ് എന്നതിന് നിർബന്ധത്തിനാൽ എന്ന അർത്ഥമാണ്. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ എന്ന മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 മീനിങ്ങിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ ഐ പാസ്ഡ് ദ എക്സാം ബൈ ഡിൻറ്റ് ഓഫ് ഹാർഡ് വർക്ക്. എൻ്റെ കഠിന പരിശ്രമം കാരണം ഞാൻ എക്സാമിന് പാസ്സായി. അപ്പോൾ ബൈ ഡിൻറ്റ് ഓഫ് എന്നതിന് ഇവിടുത്തെ മീനിങ് ബിക്കോസ് ഓഫ് ആണ് കേട്ടോ. ബിക്കോസ് ഓഫ്. നിങ്ങളിൽ പല ആളുകളും ഈ ഒരു കൺജങ്ഷൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ദെൻ ഇൻ കേസ് ഓഫ്, കാരണവശാൽ, സാഹചര്യവശാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ ദ ഈവൻറ്റ് ഓഫ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പലപ്പോഴും ചോദ്യ പേപ്പറിൽ ഇൻ ദ കേസ് ഓഫ് എന്ന് കൊടുക്കും. ഇൻ ദ കേസ് ഓഫ് തെറ്റാണ്. ഇൻ കേസ് ഓഫ് ആണ് കറക്റ്റ്. ദെൻ ഇൻ ദ ഈവൻറ്റ് ഓഫ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇൻ കേസ് ഓഫ് എമർജൻസി ഉണ്ടായാൽ കോൾ 100 അല്ലേ, പോലീസിൻ്റെ നമ്പറാണ് കോൾ 100. ക്ലിയർ? ദെൻ ബൈ വിർച്യൂ ഓഫ്. ബൈ വിർച്യൂ എന്ന് പറഞ്ഞാൽ നന്മ എന്നതാണ് അർത്ഥം. ഈ ഒരു പ്രിപ്പോസിഷൻ, ഈ ഒരു കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ദ അതോറിറ്റി ഓഫ് എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് നമ്മൾ പറയും ബൈ വിർച്യൂ ഓഫ് ഹിസ് പവേഴ്സ്. കോടതിയുടെ ആ ഒരു സവിശേഷ കോടതിയുടെ അധികാരപ്രകാരം. അപ്പോൾ അധികാരപ്രകാരം എന്ന മീനിങ്ങിനാണ് നമ്മൾ ബൈ വിർച്യൂ ഓഫ് യൂസ് ചെയ്യുന്നത്. ദ ജഡ്ജ് ക്യാൻ പാസ് ദ ഓർഡർ. ജഡ്ജിന് ഓർഡർ പാസ് ചെയ്യാൻ കഴിയും ബൈ വിർച്യൂ ഓഫ് ഹിസ് പവേഴ്സ്. ജഡ്ജിന്റെ അധികാരം കൊണ്ട്. ബൈ ദ അതോറിറ്റി ഓഫ്. ക്ലിയർ? അടുത്ത പ്രിപ്പോസിഷൻ ഇൻ ഓർഡർ ടു കേട്ടോ. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ ഫോർ ദ പേർപ്പസ് ഓഫ്, ഒരു കാര്യത്തിന് വേണ്ടി, ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ ഫോർ ദ പേർപ്പസ് ഓഫ്. വി വെക്കേറ്റഡ് ദ പ്രിമിസസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ലിറ്റിഗേഷൻ. വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇൻ ദ പർപ്പസ് ഓഫ് എന്നാണ് എന്തിൻ്റെ മീനിങ്? ഇൻ ഓർഡർ ടു. അപ്പം ഇൻ ദ ഓർഡർ എന്ന് വരാൻ പാടില്ല, ഇൻ ഓർഡർ എന്നേ വരാൻ പാടുള്ളൂ. ദെൻ ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്ക് പകരം എന്ന അർത്ഥത്തിനാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി. സോ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ്, ഇന്ന ആളുടെ പ്രതിനിധിയായി അല്ലെ. ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും സത്യപ്രതിജ്ഞയിലൊക്കെ പറയാറുണ്ട് അല്ലെ. ഹി കെയിം ടു റിസീവ് ദ അവാർഡ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ബ്രദറിന് വരാൻ പറ്റിയില്ല, ബ്രദറിന്റെ പ്രതിനിധിയായിട്ട് അവൻ വന്നു എന്ന് പറയാനാണ് ഹി കെയിം ടു റിസീവ് ദ അവാർഡ് ഓൺ ബിഹാഫ് ഓഫ്. അപ്പോൾ ഈ ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എന്ന അർത്ഥത്തിനാണ്. ദെൻ എഗ്രീബിലി ടു എന്നതും, എഗ്രീബിലി വന്നു കഴിഞ്ഞാൽ 2 ആണ് വരേണ്ടത്. വില്ലിംഗ് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. എഗ്രീബിലി ടു ദ ടേംസ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ടേംസിന്
നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം വി വിൽ പേ ₹1,00,000. ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തരാം, പേ ചെയ്യാം. അപ്പോൾ എഗ്രീബിളി ടു എന്ന് പറഞ്ഞാൽ വില്ലിങ് എന്ന മീനിങ്ങിനാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫ്രേസ് അറിയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഗ്രീബിളി ടു എന്നൊക്കെ പറഞ്ഞ സെന്റൻസ് തുടങ്ങുന്നത് കാണുമ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നിൽക്കും. അപ്പോൾ എഗ്രീബിളി ടു എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് കേട്ടോ. വില്ലിങ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ ബൈ മീൻസ് ഓഫ്, അടുത്തതാണ് ബൈ മീൻസ് ഓഫ്. ബൈ മീൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ത്രൂ ദ യൂസ് ഓഫ് എന്ന അർത്ഥത്തിനാണ് കേട്ടോ, ഉപയോഗത്തിലൂടെ. ഹി അമേസ്ഡ് എ ലോട്ട് ഓഫ് മണി ബൈ മീൻസ് ഓഫ് ഷാർപ്പ് പ്രാക്ടീസസ്. അവൻ ഒരുപാട് പണമുണ്ടാക്കി എന്തിലൂടെ? ബൈ മീൻസ് ഓഫ് ഷാർപ്പ് പ്രാക്ടീസസ്, വളരെ കഠിനമായ അല്ലെങ്കിൽ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള പ്രാക്ടീസസിലൂടെ. അപ്പോൾ ബൈ മീൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്ന ഉപയോഗത്തിലൂടെ, ഈ ഒരു ഉപാധിയിലൂടെ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ബൈ മീൻസ് ഓഫ്, ത്രൂ ദ യൂസ് ഓഫ്, ഇന്ന ഉപയോഗത്തിലൂടെ. ഓക്കെ, ദെൻ ഇൻ ഫേവർ ഓഫ്. ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു നേട്ടത്തിന് വേണ്ടി എന്ന അർത്ഥത്തിനാണ്. ടു ദ ബെനിഫിറ്റ് ഓഫ്, നേട്ടത്തിന് വേണ്ടി. ഹി വോട്ടഡ് ഇൻ ഫേവർ ഓഫ് ഹിസ് ഫ്രണ്ട്. തൻ്റെ സുഹൃത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആൾ വോട്ട് ചെയ്തു. അപ്പോൾ ഇൻ ഫേവർ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ദ ബെനിഫിറ്റ് ഓഫ്. അപ്പോൾ ഇൻ ദ ഫേവർ എന്ന് വരാൻ പാടില്ല. ആർട്ടിക്കിളൊന്നും അതിനിടയിൽ ഇല്ല. കൃത്യമായിട്ടും അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും എക്സാമിന് അവിടെ ഇടയിൽ ആർട്ടിക്കിൾ കൊടുത്തുകൊണ്ടാണ് ചോദിക്കാറ്. ദെൻ ഇൻ ല്യൂ ഓഫ്. ഇൻ ല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്ലേസ് ഓഫ് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ഇൻ ദ പ്ലേസ് ഓഫ്. ഹി ഗോട്ട് ₹50,000 ഇൻ ല്യൂ ഓഫ് ഹിസ് ക്ലെയിം. അവൻ്റെ ക്ലെയിമിൻ്റെ സ്ഥാനത്ത് അവൻ എത്ര രൂപ കിട്ടി? 50,000 രൂപ കിട്ടി. അപ്പം ഇൻ ദ പ്ലേസ് ഓഫ്, ആ സ്ഥാനത്ത് എന്ന അർത്ഥത്തിനാണ് കേട്ടോ. ഇൻ ദ പ്ലേസ് ഓഫ്, ആ സ്ഥാനത്ത് എന്ന അർത്ഥത്തിനാണ്. ദെൻ ഓൺ അക്കൗണ്ട് ഓഫ്. ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറയുമ്പോൾ ബൈ റീസൺ ഓഫ്, കാരണത്താൽ എന്ന അർത്ഥത്തിനാണ്. ഓൺ അക്കൗണ്ട് ഓഫ്, ബൈ റീസൺ ഓഫ്, കാരണത്താൽ എന്ന അർത്ഥത്തിനാണ്. ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് നെഗ്ലിജൻസ്, അവൻ്റെ അശ്രദ്ധ കാരണത്താൽ ദ കമ്പനി ഹാസ് സഫേർഡ് ഹെവി ലോസ്, കമ്പനിക്ക് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നു. ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ്. ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ബൈ റീസൺ ഓഫ്, കാരണത്താൽ എന്നാണ് മീനിങ്. ദെൻ ഇൻ റിലേഷൻ ടു എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട, അല്ലെ, ഇൻ കണക്ഷൻ വിത്ത് എന്ന അർത്ഥത്തിനാണ്. ഒരു കാര്യവുമായി ബന്ധപ്പെട്ടത് എന്ന അർത്ഥത്തിനാണ്. there are some rules in relation to the organization of the മാച്ച് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ. ഈ ഒരു മാച്ചിലെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പം ഇൻ റിലേഷൻ ടു എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിത്ത്. അപ്പം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇത്തരത്തിലുള്ള ഫ്രൈസുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ എക്സാമുകൾക്ക് ഒരു ദാ കൊണ്ടുവരും. ഓൺ ദ അല്ലെങ്കിൽ എൻ ടി എന്നൊക്കെ പറഞ്ഞ ഒരു ദാ കൊണ്ടുവരും. അങ്ങനെ ആർട്ടിക്കിൾ ഇതിൻ്റെ ഇടയിൽ വരില്ല, കാരണം ഇതൊരു ഫ്രൈസാണ്. അത് അതേപോലെ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മൾ കുറച്ച് പ്രിപ്പോസിഷൻസ്, ഫ്രൈസ് ആയിട്ട് വരുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഓരോ വേർഡിനും അനുയോജ്യമായിട്ടുള്ള ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്, നമുക്കതിലേക്ക് നോക്കാം. ഐ ആക്റ്റഡ് അക്കോർഡിംഗ് ടു യുവർ ഓർഡർ. അതുപോലെ മറ്റൊരു സെൻറ്റൻസ് ആണ് ഐ ആക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ഓർഡർ. എന്താ ഇവകൾ തമ്മിലുള്ള വ്യത്യാസം? മീനിങ് സെയിം ആണ്. ഇവിടെ വന്നത് അക്കോർഡിംഗ് ആണ്. അക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ വേർഡാണ്. എന്നാൽ ഇവിടെ വന്നത് ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ അക്കോർഡൻസ് എന്നാണ്. ഇൻ അക്കോർഡൻസ് എന്ന് പറയുന്ന മറ്റൊരു പ്രിപ്പോസിഷനാണ്. രണ്ട് മീനിങ് സെയിം ആണ്. ഐ ആക്റ്റഡ് അക്കോർഡിംഗ് ടു യുവർ ഓർഡർ, നിന്റെ നിയമാനുസരണം ഞാൻ പ്രവർത്തിച്ചു. ഐ ആക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ഓർഡർ എന്ന് പറഞ്ഞാൽ നിന്റെ നിയമാനുസരണം ഞാൻ പ്രവർത്തിച്ചു എന്നാണ്. അക്കോർഡിംഗ് വന്നാൽ ടു കൊടുക്കണം. ഇൻ അക്കോർഡൻസ് വന്നാൽ വിത്ത് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അക്കോർഡിംഗ് വന്നാൽ ടു കൊടുക്കണം. ഇൻ അക്കോർഡൻസ് വന്നാൽ വിത്ത് ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരങ്ങനെ യൂസ് ചെയ്തു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കൃത്യമായിട്ടും അത് പഠിച്ചു വെക്കുക. ദെൻ മദർ തെരേസ ഹാസ് അഫെക്ഷൻ ഫോർ ഓൾ. മദർ തെരേസയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ലവ് ആണ് കേട്ടോ. അപ്പോൾ ലവ്, അഫെക്ഷന് ശേഷം ഫോർ എന്നാണ് കൊടുക്കേണ്ടത്. എന്നാൽ മദർ തെരേസ വാസ് അഫെക്ഷനേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ടു ആണ് കൊടുക്കേണ്ടത്. അർത്ഥമൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 കൊടുക്കണം, അഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞാൽ 2 കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ ഉപയോഗിച്ച് പഠിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല. ദെൻ ഹി ഹാസ് അംബിഷൻ ഫോർ ഫെയിം. ആൾക്ക് പ്രശസ്തി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അംബിഷൻ വന്നു കഴിഞ്ഞാൽ, അംബിഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ അംബീഷ്യസ് എന്ന് പറയുമ്പോൾ അതൊരു
അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വേർബ് പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഹീസ് അംബീഷ്യസ് ഓഫ് ഫെയിം. ഫെയിം വേണമെന്ന കാര്യത്തിൽ ആൾക്ക് ഒരു അത്യാർത്തിയുണ്ട്. സോ അംബീഷ്യസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഓഫ് കൊടുക്കുക. ഇവിടെ ഒക്കെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും അല്ലേ. അഫെക്ഷൻ എന്ന് വരുമ്പോൾ 4, അഫെക്ഷനേറ്റ് വരുമ്പോൾ 2, അംബീഷൻ വന്നു കഴിഞ്ഞാൽ 4, അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ ഓഫ്. ഓക്കെ, ദെൻ ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ഹാർഡ് വർക്ക്. പ്രവർത്തനങ്ങൾ ചെയ്യാൻ, കഠിനമായ പ്രയത്നങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്, എനിക്ക് കഴിയും. അപ്പോൾ കേപ്പബിൾ വന്നാൽ ഓഫ് കൊടുക്കുക. എന്നാൽ കപ്പാസിറ്റി എന്ന് വന്നാലോ, ഐ ഹാവ് ദ കപ്പാസിറ്റി ഫോർ ഡൂയിങ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ശേഷി എനിക്കുണ്ട് എന്നാണ്. ആശയമൊക്കെ സെയിം ആണ്, പക്ഷേ വേർഡ് സെയിം അല്ലല്ലോ. ആശയം സെയിം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സെയിം റൂൾ കൊടുക്കാൻ പറ്റില്ല. കാപ്പബിൾ വരുമ്പോൾ കാപ്പബിൾ ഓഫ്, കപ്പാസിറ്റി വരുമ്പോൾ 4 ആണ്. കാപ്പബിൾ വരുമ്പോൾ ഓഫും, കപ്പാസിറ്റി വരുമ്പോൾ 4ഉമാണ്. ക്ലിയർ? ദെൻ അടുത്തത് ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമുണ്ട് അഥവാ ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് വന്നാൽ ഇന്ന് കൊടുക്കണം. എന്നാൽ ഐ ആം കോൺഫിഡൻറ്റ് ഓഫ് ഹിസ് പെർഫോമൻസ്. എനിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ, അപ്പോൾ എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നും, എനിക്ക് അവൻ്റെ പ്രവർത്തനത്തിൽ ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ഐ ആം കോൺഫിഡൻറ്റ്. കേട്ടോ, ഐ ആം കോൺഫിഡൻറ്റ്. ഓക്കെ, ഐ ആം കോൺഫിഡൻറ്റ് ഓഫ്. ഇവിടെ ഓഫും ഇവിടെ ഇന്നുമാണ് കേട്ടോ. ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈസെൽഫ്. എന്നാൽ ഐ ആം കോൺഫിഡൻറ്റ് ഓഫ് ഹിസ് പെർഫോമൻസ്. ദെൻ ഹി ഹാസ് എ ഡിസയർ. അവന് ഒരു ആഗ്രഹമുണ്ട്. ഡിസയർ ഫോർ മണി ആൻഡ് ഫെയിം, പണത്തിനും പ്രശസ്തിക്കും. അപ്പോൾ അവിടെ ഡിസയർ 4 ആണ്. ഡിസയർ 4. എന്നാൽ ഹി ഈസ് ഡിസൈറിയസ് ഓഫ് മണി ആൻഡ് ഫെയിം. ആൾക്ക് ആ പണത്തോടും പ്രശസ്തിയോടും ഒരു അത്യാർത്തിയുണ്ട്. അപ്പോൾ അവിടെ ഓഫാണ് വരേണ്ടത് കേട്ടോ. ഓഫാണ് വരേണ്ടത്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഡിസൈറിയസ്, കോൺഫിഡൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നോക്കിയതിൽ ഏതൊക്കെയുണ്ട്? അംബീഷ്യസ്, ദെൻ കേപ്പബിൾ. ഇവിടെ എല്ലാം ഓഫാണ്. അത് ഏകദേശം ഒരു അഡ്ജക്റ്റീവ് പോലെ വരുന്ന സാധനങ്ങളാണ്. അംബീഷ്യസ് എന്ന് പറയുമ്പോൾ അത്യാർത്തിയുള്ളത്, കാപ്പബിൾ കഴിവുള്ളത് അല്ലേ, കഴിവുള്ളതായ. അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ആത്മവിശ്വാസമുള്ളതായ, ഡിസൈറിയസ് അത്യാർത്തിയുള്ളതായ. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു അഡ്ജക്റ്റീവ് ടൈപ്പ് വരുന്ന സാധനങ്ങളോടൊപ്പം ഓഫാണ് വരുന്നത് കേട്ടോ. ഓഫാണ് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്ത് 4ഉം ഇന്നും ഒക്കെ മാറി വരുന്നുണ്ട്. ദെൻ ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. അവിടെ ഒരു സെൻറ്റൻസിനകത്ത് വെറും ഒരു നൗണായിട്ട് വരുന്നതും അഡ്ജക്റ്റീവായിട്ട് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പ്രിപ്പോസിഷൻ മാറി വരാറുണ്ട്. അധികം അഡ്ജക്റ്റീവ് പോലെ വരുന്നതിൽ നമ്മൾ ഓഫാണ് കൊടുക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ 4ഉം ഇന്നും ഒക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഏരിയകളിൽ നിന്നുള്ളതാണ് ഞാനിവിടെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണമാണ് മെയ്ഡ് ഫ്രം. ഒരു വസ്തുവിൽ നിന്നും മറ്റതുണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഒരു മാല, ഈ മാല ഉണ്ടാക്കിയത് സ്വർണത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ മെയ്ഡ് ഫ്രം ഗോൾഡ്. ദ ചെയിൻ ഈസ് മെയ്ഡ് ഫ്രം ഗോൾഡ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലോർ അല്ലെ, മാവിൽ നിന്നാണ് എന്തുണ്ടാക്കിയത്? ബ്രെഡിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ മാവ് എന്തായി മാറി? ബ്രെഡായി മാറി അല്ലേ. മാവ് ബ്രെഡായി മാറുകയാണ് ചെയ്തത്. അവിടെ നമുക്ക് മെയ്ഡ് ഫ്രം എന്നാണ് യൂസ് ചെയ്യുക. എന്നാൽ ഈ മെയ്ഡ് ഫ്രം 2 തരത്തിലുണ്ട്. ഒന്നിൽ രൂപം മാറും, ഒന്നിൽ രൂപം മാറാതെയും വരും. മെയ്ഡ് ഓഫ് വെൻ ദ ഫോം ഡസ് നോട്ട് ചേഞ്ച്. ഇപ്പോൾ മാവും ബ്രെഡും അത് രണ്ടും 2ആണ്. ഇപ്പം ലെതർ ഉപയോഗിച്ച് നമ്മൾ ഷൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ലെതറായി തന്നെ ഇരിക്കുകയല്ലേ, ആ മെറ്റീരിയലിൽ വ്യത്യാസം വരുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. മാവാകുന്ന സമയത്ത് അത് വെറും പൊടിയായിരുന്നു അല്ലെ, വെറും ക്രിസ്റ്റലായിരുന്നു. ബ്രെഡ് ആകുന്ന സമയത്ത് അതിൻ്റെ രൂപമേ മാറി, അതിൻ്റെ രൂപം അപ്പാടെ മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മെയ്ഡ് ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ലെതർ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നില്ല.
സോ അപ്പോൾ നമുക്ക് മെയ്ഡ് ഓഫ് ആണ്. അപ്പോൾ നമ്മളൊരു വസ്തു കൊണ്ട് മറ്റൊരു വസ്തു നിർമ്മിക്കുന്ന സമയത്ത് രൂപം മൊത്തത്തിൽ മാറുന്നുണ്ടെങ്കിൽ മെയ്ഡ് ഫ്രമ്മും, മൊത്തത്തിൽ മാറുന്നില്ല എങ്കിൽ, മറിച്ച് മോഡിഫിക്കേഷൻ മാത്രമാണ് സംഭവിക്കുന്നത് എങ്കിൽ മെയ്ഡ് ഓഫുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഒരു സാധനം ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തത്തിൽ അത് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു റോ മെറ്റീരിയലിൽ നിന്നും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു മൊത്തത്തിൽ മാറുന്നെങ്കിൽ മെയ്ഡ് ഫ്രം യൂസ് ചെയ്യണം. ബ്രെഡ് ഈസ് മെയ്ഡ് ഫ്രം ഫ്ലോർ. എന്നാൽ അത് മൊത്തത്തിൽ മാറുന്നില്ല, കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ മെയ്ഡ് ഓഫ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഷൂസ് ആർ മെയ്ഡ് ഓഫ് ലെതർ. അപ്പോൾ അവിടെ ലെതറിന് എന്ത് ചെയ്യുന്നില്ല, അടിസ്ഥാനപരമായ മാറ്റം വരുന്നില്ല, മോഡിഫിക്കേഷൻസ് വരുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആർ മെയ്ഡ് ഫ്രം സാൻഡ്. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്നും മൊത്തത്തിൽ നമ്മുടെ രൂപം മാറിയില്ല, അവിടെ നമുക്ക് മെയ്ഡ് ഫ്രം യൂസ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, അടുത്ത വേർഡിലേക്ക് പോകാം. ഡീൽ ഇൻ. ഡീൽ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡീൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലാണ്. ടു ബൈ ആൻഡ് സെൽ ഇൻ പർട്ടിക്കുലർ, ഒരു കാര്യം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീൽ ഇൻ യൂസ് ചെയ്യുക. ഹി ഡീൽസ് ഇൻ ബുക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഡീല് വിത്ത് വരുമ്പോൾ അർത്ഥം മാറി. ഡീല് വിത്ത് വരുമ്പോൾ ടു മാനേജ് വിത്ത് സംവൺ, ഒരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. മിക്കവാറും പ്രശ്നത്തെ മാനേജ് ചെയ്യാനാണ് നമ്മൾ ഡീൽ വിത്ത് കൊടുക്കുന്നത്. ദ കോർട്ട് ഡീൽ വിത്ത് കൾപ്രിറ്റ്, കോടതി കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നു, അല്ലെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഡീൽ ഇന്ന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലിനെ സൂചിപ്പിക്കാൻ, ഡീൽ വിത്ത് യൂസ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയുമായി തമ്മിലുള്ള ഇടപാട്, പ്രത്യേകിച്ചും പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ അധികവും വരാറ്. ഓക്കെ. ദെൻ ഡിഫർ വിത്ത്. ഡിഫർ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ടു ഡിസ്എഗ്രി വിത്ത് സമ്മൺ. മറ്റൊരാളുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിഫർ വിത്ത് യൂസ് ചെയ്യും. കണ്ടോ, ഹി ഡിഫർ വിത്ത് ഹിസ് എംപ്ലോയീസ് റിഗാർഡിംഗ് ദ കോൺസിക്വൻസ് ഓഫ് GST. GSTയുടെ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട തൻ്റെ എംപ്ലോയീസുമായിട്ട് അയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഡിഫർ വിത്ത് ആണ്. എന്നാൽ ഡിഫർ ഫ്രം ഒക്കെ ഉണ്ട്. രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഡിഫർ ഫ്രം ആണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഡിപ്പെൻഡ് ഓൺ ആണ് കേട്ടോ. ഡിപ്പെൻഡ് ഓൺ, ആശ്രയിക്കുന്നു എന്ന അർത്ഥത്തിനാണ് ഡിപ്പെൻഡ് ഓൺ. പുട്ട് ട്രസ്റ്റ് ഇൻ സം പേഴ്സൺ വിത്ത് കോൺഫിഡൻസ്. ഒരാളിൽ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി നമ്മുടെ ട്രസ്റ്റ് കൊടുക്കുക, വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരാളെ നമ്മൾ വിശ്വസിക്കുക, അതാണ് ഡിപ്പെൻഡ് ഓൺ. ഹിസ് പാരൻസ് ഡിപ്പെൻഡ് ഓൺ ഹിം. ഡിപ്പെൻഡ് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ അയാളുടെ പാരൻസിന് അയാളോട് എന്തുണ്ട്, നല്ല ട്രസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ. ഹിസ് പാരൻസ് ഡിപ്പെൻഡ് ഓൺ ഹിം. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ടും അവ മനസ്സിലാക്കുക. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ, അപ്പോൾ ഡിപ്പെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ പുട്ട് ട്രസ്റ്റ് ഇൻ എ തിങ് വിത്ത് കോൺഫിഡൻസ്. അത് റിപ്പീറ്റഡ് ആണ്. യെസ്, ഐ ഡിപ്പെൻഡ് ഓൺ ദിസ് ബുക്ക് ഫോർ ഇംഗ്ലീഷ്. അതൊന്ന് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിയോടോ ഒരാളോടോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ട്രസ്റ്റ് കൊടുക്കുന്നതിന് ഡിപ്പെൻഡ് ഓൺ എന്ന് പറയുന്നു. എന്നാൽ ഡിപ്പെൻഡ് അപ്പോൺ ഉണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ. ഡിപ്പെൻഡ് അപ്പോൺ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ആക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ സം കണ്ടീഷൻ. ഒരു സാഹചര്യത്തെ ആശ്രയിച്ചാണ് ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത്. ഒരു സാഹചര്യത്തെ, ഒരു നിശ്ചിത സാഹചര്യത്തെ ആശ്രയിച്ചാണ് ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ ഡിപ്പെൻഡ് അപ്പോൺ ആണ് വരുന്നത്. ഐ ക്യാൻ ഗോ ടു ദ മൂവി. എനിക്ക് മൂവിയിൽ കാണാൻ പോകാൻ പറ്റും. ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ മൈ പാരൻസ് വിൽ ലെറ്റ് മീ ഗോ ഓർ നോട്ട്. പക്ഷെ എൻ്റെ പാരൻസ് എന്നെ സമ്മതിക്കണം. അപ്പോൾ അവിടെ ഒരു പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം, കണ്ടീഷൻ ഉണ്ടാകണം. അപ്പോൾ ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഡിപ്പെൻഡ് അപ്പോൺ യൂസ് ചെയ്യുന്നു. ഡിപ്പെൻഡ് ഓണും ഡിപ്പെൻഡ് ഓൺ പറയുന്നത് ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു, അയാളെ ട്രസ്റ്റ് ചെയ്ത് ആശ്രയിക്കുന്നു എന്ന് പറയാനാണ് ഡിപ്പെൻഡ് ഓൺ യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു പ്രത്യേക ആക്ഷൻ സംഭവിക്കുമെന്ന് പറയാനാണ്. ഓക്കെ. ഇനി അടുത്തത് ഡൈയുമായിട്ട് അതോ ഡൈഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രയോഗങ്ങളാണ്. ഡൈഡ് ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അസുഖം കാരണം, വെൻ എ ഡിസീസ് ഈസ് എ കോസ്, ഒരു അസുഖം കാരണം മരിക്കുന്ന സമയത്ത് നമ്മൾ ഡൈഡ് ഓഫ് ആണ്.
ഹി ഡൈഡ് ഓഫ് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു, ഡൈഡ് ഓഫ് ക്യാൻസർ വന്ന് മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഡൈഡ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ അസുഖം വന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾ ഡൈഡ് ഓഫ് എന്നാണ് പറയുന്നത്. എന്നാൽ ഡൈഡ് ഫ്രം എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മരിക്കുകയാണ്. വെൻ സം റീസൺ ഈസ്, അവിടെ കാരണം മറ്റെന്തോ ആണ്. അപ്പം ഹി ഡൈഡ് ഫ്രം തേഴ്സ്റ്റ്, ഇപ്പം തേഴ്സ്റ്റ് ദാഹിച്ചാണ് മരിച്ചത്. അപ്പോൾ മറ്റെന്തെങ്കിലും രോഗമല്ലാത്ത ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് മരിക്കുന്ന സമയത്ത് ഡൈഡ് ഫ്രം ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈഡ് ഓഫ് അസുഖം വന്ന് മരിക്കുകയാണെങ്കിൽ ഡൈഡ് ഓഫും, മറ്റെന്തെങ്കിലും കാരണം മൂലം മരിക്കുകയാണെങ്കിൽ ഡൈഡ് ഫ്രമ്മുമാണ്. ഓക്കെ, ഇനി ഡൈ ഇൻ ഹാർനസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് കേട്ടോ. ഡൈ ഇൻ ഹാർനസ്, ഒരാൾ സർവീസിൽ ഇരുന്ന് മരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഡൈ ഇൻ ഹാർനസ് കേട്ടോ. ഡൈ ഇൻ ഹാർനസ്, എ ഫ്രേസ് ദാറ്റ് മീൻസ് ടു ഡൈ വൈൽ ഇൻ സർവീസ്. ഒരാൾ സർവീസിൽ ഇരുന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഡൈ ഇൻ ഹാർനസ്. ഇന്ദിരാഗാന്ധി ഡൈ ഇൻ ഹാർനസ് എന്ന് നമുക്ക് പറയാം, കാരണം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് മരിക്കുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ആണ്. ഇനി എഗ്രി വിത്ത് ഉണ്ട്. എഗ്രി വിത്ത്, ഒരു വ്യക്തി പറയുന്ന കാര്യത്തോട് നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഐ എഗ്രി വിത്ത് എന്ന് നമുക്ക് പറയാം കേട്ടോ. ടു ഹാവ് ദ സെയിം ഒപ്പീനിയൻ വിത്ത് എ പേഴ്സൺ, അല്ലെ ഒരു വ്യക്തിയുടെ സെയിം അഭിപ്രായമാണ് നമുക്കുള്ളത് എങ്കിൽ അവിടെ എന്ത് പറയാം, എഗ്രി വിത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എഗ്രി വിത്ത് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി എഗ്രി ടു എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തോട് നമ്മൾ യോജിക്കുകയാണ്, ഒരു വിഷയത്തോട്. എഗ്രി വിത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ യോജിക്കുന്നു. എഗ്രി ടു എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തോട് നമ്മൾ യോജിക്കുന്നു കണ്ടോ. ഹി എഗ്രി ടു മൈ സജഷൻ, അവൻ എൻ്റെ നിർദ്ദേശത്തോട് യോജിക്കുന്നു. അപ്പോൾ എന്നോടല്ല, എൻ്റെ നിർദ്ദേശത്തോട്. അവൻ എന്നോട് യോജിക്കുന്നു എന്ന് പറയാൻ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ഹി എഗ്രീഡ് വിത്ത് മീ, അവൻ എന്നോട് യോജിക്കുന്നു. എന്നാൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി എഗ്രീഡ് ടു മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ മൈ സജഷൻ എന്ന് പറയണം. അപ്പോൾ വിത്ത് വന്നാൽ പേഴ്സൺ, ടു വന്നാൽ മാറ്റർ. ക്ലിയർ? ദെൻ അതേപോലെ തന്നെയാണ് അനോയിഡ്. ഒരാൾ നമ്മളെ ശല്യപ്പെടുത്തുന്നു എങ്കിൽ നമ്മൾ അനോയിഡ് വിത്ത് എ പേഴ്സൺ എന്നാണ് പറയുന്നത് കേട്ടോ. വി വെയർ അനോയിഡ് വിത്ത് ഹിം, അവൻ കാരണം നമ്മൾ പൊറുതി മുട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ അനോയിഡ് അറ്റ് എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തോടുള്ള ദേഷ്യമാണ്, ഒരു വിഷയം കാരണമുണ്ടാകുന്ന ശല്യമാണ്. ഐ വാസ് അനോയിഡ് അറ്റ് ഹിസ് ബിഹേവിയർ, അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അയാളെ കൊണ്ടല്ല അയാളുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് ബോൺ ഇൻ. ബോണിന് ശേഷം ഇന്ന് വരുമ്പോൾ ഇന്ന് സ്ഥലത്തെ സൂചിപ്പിക്കാനാണല്ലോ, ജനിച്ച സ്ഥലത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ബോൺ ഇന്ന് പറയുന്നത്. ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ, അയാൾ ഇന്ത്യയിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ജനിച്ചു എന്ന് പറയാനാണ് നമ്മൾ ബോൺ ഇന്ന് കൊടുക്കുന്നത്. എന്നാൽ ബോൺ ടു കൊടുക്കുന്നത് ആളുടെ പാരൻസിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് കേട്ടോ. ഹി വാസ് ബോൺ ടു നോബിൾ പാരൻസ്, നോബിൾ പാരൻസിൽ നിന്നാണ് അയാൾ ജനിച്ചത്. അപ്പോൾ ബോൺ ഇന്ന് പറയുന്നത് ഒരാൾ ജനിച്ച സ്ഥലത്തെ സൂചിപ്പിക്കാനും ബോൺ ടു പറയുന്നത് അയാളുടെ പാരൻസിനെ സൂചിപ്പിക്കാനാണ്. ഹി വാസ് ബോൺ ടു നോബിൾ പാരൻസ്. ഓക്കെ, ഇനി അതേപോലെ സക്സീഡഡ് എന്ന് പറയുന്ന പദമുണ്ട്. സക്സീഡഡ് ടു എന്ന് പറഞ്ഞാൽ കം ആഫ്റ്റർ ഇൻ എ സീരീസ്, ഒരു കാര്യത്തിന് ശേഷം വരിക, ഒരു പിൻഗാമിയായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ശേഷം വരിക എന്ന അർത്ഥത്തിനാണ് സക്സീഡഡ് എന്ന് പറയുന്നത്. ഇപ്പൊ അക്ബർ സക്സീഡഡ് ഹുമയൂൺ എന്ന് പറഞ്ഞാൽ ഹുമയൂണിന് ശേഷമാണ്, ടു കം ആഫ്റ്റർ എന്നാണ്, ടു കം ആഫ്റ്റർ. ഹുമയൂണിന് ശേഷമാണ് ആര് വന്നത്, അക്ബർ വന്നത്, പിൻഗാമി ആയിട്ടാണ് വന്നത്. എന്നാൽ സക്സീഡഡ് ഇൻ ഉണ്ട്. സക്സീഡഡ് ഇൻ, ഇത് വെറും സക്സീഡഡ് ആണ്, ഇത് സക്സീഡഡ് ഇൻ ആണ്. സക്സീഡഡ് ഇൻ എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നേടിയെടുക്കുന്നതാണ് സക്സീഡഡ് ഇൻ എന്ന് പറയുന്നത്. ഹി സക്സീഡഡ് ഹിസ് ഇൻ എൻറ്റീവർ, അയാളുടെ പരിശ്രമം, എൻറ്റീവർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, അയാളുടെ പരിശ്രമത്തിൽ അയാൾ വിജയിച്ചു. അപ്പോൾ സക്സീഡഡ് എന്ന് മാത്രം പറഞ്ഞാൽ പിൻഗാമിയായി വന്നു, ഒരാൾക്ക് ശേഷം വന്നു എന്ന അർത്ഥത്തിനാണ്. സക്സീഡഡ് ഇൻ എന്ന് പറഞ്ഞാൽ ശ്രമത്തിൽ വിജയിച്ചു എന്ന അർത്ഥത്തിനാണ്. ക്ലിയർ? സോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കുറച്ചധികം ഫ്രേസ് പ്രിപ്പോസിഷനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത്. ദെൻ പ്രിപ്പോസിഷന് ശേഷം പ്രിപ്പോസിഷൻ ചിലപ്പോൾ ഒരു നൗണിന് ശേഷം തന്നെ വ്യത്യസ്ത രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ചേഞ്ച് ആകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും പ്രിപ്പോസിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മുൻ വർഷ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.